ജയശങ്കർ. ബി.ജെ.പി. നേതാക്കൾ ആരും ഈ ചർച്ചയിലില്ല. കൈവശമുള്ള നമ്പറിൽ എല്ലാവരുമായി ബന്ധപ്പെട്ടിരുന്നു. ആർക്കും സംസാരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് പരസ്യമായി പറയുകയാണ്, ഏതെങ്കിലും ബി.ജെ.പി. നേതാക്കൾക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളെ വിളിക്കാം. ഏത് സമയത്തും അവരുടെ പ്രതികരണത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ താല്പര്യമില്ലായ്മ കൊണ്ട് മാത്രമാണ് ഏകപക്ഷീയമായി ഈ പാനൽ നിശ്ചയിക്കേണ്ടി വന്നത്. ശ്രീ എം.ബി. രാജേഷ്, മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യക്ക് 17 ലക്ഷം കോഴ കൊടുത്ത് ഈ എസ്.ആർ. മെഡിക്കൽ കോളേജിന്റെ, തിരുവനന്തപുരം വർക്കലയിലെ എസ്.ആർ. മെഡിക്കൽ കോളേജിന്റെ അംഗീകാരം നേടിയെടുക്കാനുള്ള ശ്രമമായിരുന്നു. അത് നടപ്പിലാക്കാനുള്ള ആദ്യ ഗഡുവായാണ് ഈ 5,60,00,000 കൈമാറുന്നത്. ഈ ആർ ഷാജി എന്ന പരാതിക്കാരൻ നേരിട്ട് ഈ തുക കൈമാറുകയായിരുന്നു ബി.ജെ.പിയുടെ സംസ്ഥാന സമിതി അംഗവും ബി.ജെ.പി. സഹകരണ സെല്ലിന്റെ കൺവീനറും യുവമോർച്ചയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും അതിനു മുമ്പ് തിരുവനന്തപുരത്ത് യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റുമായിരുന്ന ശ്രീ വിനോദിന്, ആർ.എസ്. വിനോദിന്. ആ പണം വിനോദ് കൈമാറിയത് എങ്ങനെയാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ പണം പെരുമ്പാവൂരുള്ള ഒരു മുസ്ലിം ഹവാല ഇടപാടുകാരൻ വഴിയാണ് നിശ്ചിത തുക കമ്മീഷൻ നൽകി എത്തിച്ചത് എന്ന് മാത്രമല്ല, അദ്ദേഹം പണം പൂർണ്ണമായി കൈപ്പറ്റി. അത് തന്റെ ബിസിനസ് മാത്രമാണ്. തന്നെ സമീപിക്കുന്ന ആർക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. പാർട്ടിയെ ഒരു തരത്തിലും ബന്ധപ്പെടാറില്ലെന്നും ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിന്നെന്നാണ് ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. നമുക്ക് ഈ ബി.ജെ.പി. റിപ്പോർട്ട് വിടാം. ഈ വൻ അഴിമതിയും കോഴയും കുഴൽപ്പണ ഇടപാടും മറച്ചുവെച്ചത് നിയമലംഘനമല്ലേ? നിയമത്തിന് വിട്ടുകൊടുക്കേണ്ടതല്ലേ കുമ്മനം രാജശേഖരന്റെ അടുപ്പക്കാരായ ഈ ബി.ജെ.പി. നേതാക്കളെ? തീർച്ചയായിട്ടും ഇപ്പോ ഈ ചർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത് നിങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഈ ബി.ജെ.പി. തന്നെ നിയോഗിച്ച അന്വേഷണ റിപ്പോർട്ടാണ്. ആ അന്വേഷണ റിപ്പോർട്ട് അവർ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ് എന്ന് നിങ്ങൾ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മാസങ്ങളായിട്ട് പൂഴ്ത്തിവെച്ച അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ആ പുറത്തു വന്ന വിവരങ്ങൾ ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അതിവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. കോഴ വാങ്ങിയെന്ന് മാത്രമല്ല, കോഴ കുഴൽപ്പണ ഹവാല ഇടപാടുകാർ വഴി അത് ഡൽഹിയിലെത്തിച്ചു. അങ്ങനെയുള്ള ഒട്ടേറെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയുമാണ്. യഥാർത്ഥത്തിൽ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യം മാത്രമല്ല, രാജ്യദ്രോഹ പ്രവർത്തനം കൂടിയാണ്. ഹവാല ഇടപാടെന്ന് പറഞ്ഞ രാജ്യദ്രോഹ പ്രവർത്തനമാണല്ലോ. അതിലെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളല്ല, ബി.ജെ.പിയുടെ കേരളത്തിലെ സംസ്ഥാന തലത്തിലെ ഉയർന്ന നേതാക്കളാണ് ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇരുഭാഗത്തുമുള്ള നേതാക്കൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. മറ്റൊന്ന്, ചെർപ്പളശ്ശേരിയിലെ ഒരു ആരോപണത്തെക്കുറിച്ചും മാധ്യമങ്ങളിൽ കാണുകയുണ്ടായി. ഇതുപോലെ സമാനമായിട്ടുള്ള കോഴ വേണ്ടി പാലക്കാട്ടെ മെഡിക്കൽ കോളേജിന്റെ, കേരള മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിലാണ് ശ്രീ രാജേഷ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പരാതിയിൽ പരാമർശിക്കാത്ത ഒരു പേർ അന്വേഷണത്തിനിടയിൽ കടന്നു വന്നു. ശ്രീ എം.ഡി. രമേശിന്റെ പേരാണ്. ആയതിനാൽ അദ്ദേഹവുമായി ഞങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കുകയും ആ പരാമർശം തീർത്തും അടിസ്ഥാനരഹിതവും തള്ളിക്കളയാവുന്നതുമാണെന്ന് എം.ഡി. രമേശ് പറയുകയും ചെയ്തു. കേരള മെഡിക്കൽ കോളേജിന്റെ ആവശ്യത്തിനായി 2 പ്രാവശ്യം ബന്ധപ്പെട്ടവർ തന്നെ സമീപിച്ചിരുന്നുവെങ്കിലും ഇക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അറിയിച്ചിരുന്നു എന്നാണ് എം.ഡി. രമേശ് പറയുന്നത്. അതേസമയം ഈ പരാതിക്കാരനായ വർക്കലയിലെ മെഡിക്കൽ കോളേജിന്റെ മുതലാളി ഈ ആർ ഷാജി പറയുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും പണം ഇവർക്ക് കൊടുക്കാൻ കഴിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, പാലക്കാട് ജില്ലയിലെ ചെർപ്പളശ്ശേരിയിൽ കോഴിക്കോട്ടുകാരനായ ഡോക്ടർ നാസർ തുടങ്ങാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന മെഡിക്കൽ കോളേജിന് അംഗീകാരം വാങ്ങിയത് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ.ഡി. രമേശിന് 5 കോടി രൂപ നൽകിയാണെന്ന് ഈ സതീഷ് നായരുടെ സഹായത്താൽ നേടിയതാണെന്ന് അറിഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവരുമായി ബന്ധപ്പെട്ടതെന്നാണ്. ശ്രീ രാജേഷിന് തുടരാം. ഇത് തുടങ്ങാൻ പോകുന്ന മെഡിക്കൽ കോളേജല്ല. പാലക്കാട് എനിക്കറിയുന്ന എന്റെ വീടിനടുത്തുള്ളതാണ് ഈ കേരള മെഡിക്കൽ കോളേജ്. തുടങ്ങി അംഗീകാരം നഷ്ടപ്പെട്ട്
പിന്നെ വീണ്ടും അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തിയിട്ടുള്ളത്. ആ കേരള സർക്കാരിൽ നിന്ന് അത് കിട്ടാതെ വന്നപ്പോഴാണ്, കേരള സർക്കാർ അനുകൂലമായ നിലപാട് സ്വീകരിക്കാതെ വന്നപ്പോഴായിരിക്കും അവർ ഈ മാർഗങ്ങൾ അവലംബിച്ചിട്ടുണ്ടാവുക. എന്തായാലും പിന്നീട് അംഗീകാരം കിട്ടി എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോ അംഗീകാരം കിട്ടിയ വഴി ഏതാണ് എന്നാണ് ഇപ്പൊ ബി.ജെ.പിയുടെ തന്നെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വമാകെ കോടികളുടെ അഴിമതി ആരോപണത്തിൽ നിൽക്കുന്നു. ഇത് രാഷ്ട്രീയമായിട്ട് ആരെങ്കിലും എതിർപ്പുള്ളവർ ഉന്നയിക്കുന്നതല്ല. അവർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന, അവർ തന്നെ അന്വേഷിച്ച് ശരിയെന്ന് കണ്ടെത്തിയ ഒരു റിപ്പോർട്ട് ഇപ്പൊ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവര് ന്യായവും നിയമവും അനുസരിക്കുന്നവരാണ് എങ്കിൽ അത് പോലീസിന് കൈമാറുകയല്ലേ ചെയ്യേണ്ടത്, വിജിലൻസിന് കൈമാറുകയല്ലേ ചെയ്യേണ്ടത്, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെയാണ് ചെയ്യേണ്ടത്. ഞാൻ കരുതുന്നത് ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നാണ്. കാരണം ഈ മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അഴിമതി നിറഞ്ഞ സ്ഥാപനമാണ്. ഈ പാർലമെന്റിൽ മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യ അമെന്റ്മെന്റ് ബില്ല് വന്ന സമയത്ത് ഞങ്ങളെല്ലാം ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, അങ്ങേയറ്റത്തെ അഴിമതി നിറഞ്ഞ സ്ഥാപനമാണിത് എന്നാണ്. കുപ്രസിദ്ധനായിട്ടുള്ള അഴിമതിക്കാരനായ, നേരത്തെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്ന കേതൻ ദേശായിയെ, ആ കേതൻ ദേശായിക്കെതിരായിട്ടുള്ള ധാരാളം വിവരങ്ങൾ, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് സ്വർണവും പണവും ഒക്കെ പിടിച്ചെടുത്ത സംബന്ധിച്ചൊക്കെ ധാരാളം മാധ്യമ വാർത്തകൾ വന്നിരുന്നു. അത്തരം ഒരാളെ, മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ നേരത്തെ ഒഴിവാക്കി വിട്ട ഒരാളെ വീണ്ടും അദ്ദേഹം തിരിച്ചു വന്നത്, ഗുജറാത്തുകാരനായിട്ടുള്ള കേതൻ ദേശായി തിരിച്ചു വന്നത് മോദി പ്രധാനമന്ത്രിയായപ്പോഴാണ്. അപ്പോ ഇതെല്ലാം തമ്മിൽ ബന്ധിപ്പിച്ചാൽ കേരളത്തിലെ നേതൃത്വം, അഖിലേന്ത്യാ നേതൃത്വത്തിലെ ചിലരുടെ സഹായത്തോടുകൂടിയാണ് ബി.ജെ.പിക്ക് വേണ്ടപ്പെട്ട കേതൻ ദേശായിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലുള്ള മെഡിക്കൽ കൌൺസിലിൽ നിന്ന് ഈ ആനുകൂല്യങ്ങൾ നേടുന്നത്. അപ്പോൾ അഴിമതിയുടെ ശൃംഖല വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഇവർ മൂടിവെച്ചിരിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അന്വേഷിച്ചു പോയപ്പോ കാര്യങ്ങൾ അപകടത്തിലാണ് എന്നും കൈപൊള്ളും എന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ നിൽക്കുന്നതല്ല, ഇതിന് ഡൽഹി വരെയുള്ള ബന്ധങ്ങളുണ്ട്. കാരണം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇവിടെ ആരുടെ പേര് പറഞ്ഞു, അവർ തന്നെ പറയുന്ന പേരാണ് സതീഷ് നായർ. എനിക്കറിഞ്ഞുകൂടാ, അവർ തന്നെ കണ്ടെത്തിയിട്ടുള്ള പേരാണ്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഡൽഹിയിലെ ഉന്നത ശ്രീ രാജേഷ്, കുമ്മനം പാർട്ടി അധ്യക്ഷനായി സ്ഥാനമേറ്റപ്പോൾ ഇവിടെ കുമ്മനത്തിന്റെ ഓഫീസിലായിരുന്നു. പിന്നീട് കുമ്മനത്തിന്റെ PR പണിക്കായി ദില്ലിക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് സതീഷ് നായർ ദില്ലിയിലേക്ക് പോകുന്നത്. വളരെ കാലമായി കുമ്മനത്തിന്റെ അടുപ്പക്കാരനാണ്. PRO പണി എന്ന് പറഞ്ഞ് നടത്തുന്നത് ഏത് പണിയാണെന്ന് ഇപ്പൊ നമ്മൾ അവർ തന്നെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടല്ലോ, മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. വെറുതെയാണോ കുമ്മനം ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാതിരിക്കുന്നത്? അദ്ദേഹത്തിന് നേരെ ഉൾപ്പെടെ സംശയത്തിന്റെ മുന നീളുകയാണിപ്പോ. ഞാൻ പറഞ്ഞ അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുമ്മനത്തിന്റെ ഓഫീസിലുണ്ടായിരുന്ന ആൾ, കുമ്മനത്തിന്റെ PRO എന്ന് പറഞ്ഞ് ഡൽഹിയിലേക്ക് വന്നയാൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയും, കുമ്മനത്തിന്റെ സന്തത സഹചാരി, തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരക്കാരൻ, എപ്പോഴും കുമ്മനത്തിനൊപ്പമുള്ള രാജേഷ് ശിവരാമൻ. ഈ റിപ്പോർട്ടിൽ അവർ പറയുന്നത്, ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരന്റെ PS ആയി താങ്കൾ പരാതിക്കാരനെ തെറ്റിദ്ധരിപ്പിച്ചതെന്ന് ശരിയാണോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു മറുപടി. ഈ വിഷയത്തിൽ താങ്കൾക്ക് എന്ത് പറയാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ രാജേഷ് പറയുന്നത് ഇതിലെ സാമ്പത്തിക ഏർപ്പാടുമായി ബന്ധമില്ല എന്നാണ്. ഒരു ഹിന്ദു സ്ഥാപനം എന്ന നിലയിൽ അതിനെ സഹായിക്കണം എന്ന് വിചാരിച്ചു. കണ്ണദാസിന്റെ പിൻബലത്തിൽ ഒന്ന് ശ്രമിക്കാമെന്നേ വിചാരിച്ചുള്ളൂ. പാർട്ടി പ്രസിഡന്റുമായി നല്ല ബന്ധമുള്ള താങ്കൾ പിന്നെ എന്തിനാണ് പ്രസിഡന്റ് അറിയാതെ കണ്ണദാസിനെ സമീപിച്ചത്? അത് എന്റെ ഭാഗത്തു നിന്ന് വലിയ തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് ഇയാളുടെ വിശദീകരണം. പക്ഷേ ആ വിശദീകരണം തൃപ്തികരമോ വിശ്വാസയോഗ്യമോ അല്ലെന്ന് സമിതി കണ്ടെത്തിയിട്ടുമുണ്ട്. ഇതും കുമ്മനത്തിന്റെ സന്തത സഹചാരി. അതുകൊണ്ടാണ് കുമ്മനവും ബി.ജെ.പി നേതാക്കളും വാ മൂടിയിരിക്കുന്നത്. നിങ്ങളിപ്പോ വിനു തന്നെ പറഞ്ഞല്ലോ, എല്ലാവരെയും പരസ്യമായിട്ട് ക്ഷണിച്ചു. ഏതെങ്കിലും ബി.ജെ.പി നേതാക്കൾക്ക് ഇതിനെ കൗണ്ടർ ചെയ്യാം ഇവിടെ വന്നിരുന്ന്, അല്ലെങ്കിൽ ഫോണിൽ പറഞ്ഞ്. ഇത് തന്നെ ചീഞ്ഞു നാറുന്നു എന്നതിന്റെ തെളിവല്ലേ? എന്തുകൊണ്ടാണ് ഓടി ഒളിച്ചത് ബി.ജെ.പി നേതൃത്വമാകെ? അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലുകളിൽ വന്നിരുന്ന് ഗീർവാണം അടിക്കുന്ന ആളുകൾക്കൊന്നും പഞ്ഞമില്ലല്ലോ. വൈകുന്നേരമായി കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു സിനിമയിൽ കാണുന്നത് പോലെ ടെലിവിഷൻ ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ബി.ജെ.പി നേതാക്കളെ ഒരാളെയും ഈ ചർച്ചയിൽ മാത്രം കാണാത്തത്, അതും പാർട്ടി ഇത്ര വലിയ ആരോപണം നേരിടുന്ന സമയത്ത് കാണാത്തത് എന്തുകൊണ്ടാണ്? കാരണം ആർക്കും പറയാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. ഇപ്പൊ ചിലത് പുറത്തു വന്നു, മറ്റു പലർക്കും പേടിയുണ്ടാവും, ഇനി അവരുടെ അഴിമതി ഇടപാടുകൾ പുറത്തു വന്നാലോ എന്ന് പേടിയുണ്ടാവും. അതുകൊണ്ടാണ് ബി.ജെ.പിയെ അനാഥമാക്കിയിട്ടിട്ട് അവരുടെ വക്താക്കളും നേതാക്കളുമെല്ലാം ഇപ്പോ ഓടി ഒളിച്ചിരിക്കുന്നത് എന്ന് കാണണം. കുമ്മനം രാജശേഖരനും അതുകൊണ്ടാണ് മിണ്ടാത്തത്. അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറയട്ടെ. പക്ഷേ ഈ റിപ്പോർട്ട് കിട്ടിയില്ലെന്ന് പറയാൻ കഴിയില്ല ശ്രീ രാജേഷ്. ഈ റിപ്പോർട്ട് ഈ ഹാർഡ് കോപ്പി ആയിട്ടല്ല, സോഫ്റ്റ് കോപ്പി ആയിട്ട്
ഇത് അയച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച BJPയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിമാരായ ഗണേശിനും സുഭാഷിനും ഒപ്പം കുമ്മനത്തിനുമാണ്. അതുകൊണ്ട് ഏത് അന്വേഷണ സംഘത്തിനും പരിശോധിക്കാം. ഉത്തരവാദിത്വത്തോടെ പറയുന്നു, ഇത് ഇമെയിലിൽ നിന്ന് ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ആണ്. ഇപ്പോൾ കിട്ടിയിട്ടില്ലെന്ന് പറയാനാവില്ല. ഇത് രേഖയായി നിൽക്കുന്നു എന്ന് മാത്രമല്ല, കുമ്മനത്തിന്റെ സന്തത സഹചാരികളെന്ന് ഞാൻ പറഞ്ഞ ആളുകൾ അല്ലെന്ന് തെളിയിക്കാൻ വേണമെങ്കിൽ BJP നേതാക്കളെ വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ പാർട്ടി ആസ്ഥാനത്തെ CCTV ക്യാമറകൾ പരിശോധനയ്ക്ക് വിടൂ. സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിലും മറ്റിടങ്ങളിലും ഒക്കെയുള്ള ക്യാമറകൾ പ്രവർത്തിക്കാത്തതിനെ കുറിച്ച് വല്ലാതെ ആക്ഷേപിക്കുന്നവരാണല്ലോ. നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെ ഈ കഴിഞ്ഞ നാളുകളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധനയ്ക്ക് വിടൂ. എത്രമാത്രം നേതാക്കളുടെ അടുപ്പക്കാരാണ് ആരോപണ വിധേയരെന്ന് വ്യക്തമാവുകയും ചെയ്യും. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ റിപ്പോർട്ട് ജ്യോതികുമാറും കണ്ടിരിക്കും.